എനിക്കൊരു കാറ് വാങ്ങാനുള്ള പ്ലാൻ ഉണ്ട്. പക്ഷേ ഞാനിവിടെ 50% അടുത്ത് ടാക്സ് കൊടുക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ ഇതേ കാറ് ഞാൻ എൻ്റെ കമ്പനിയുടെ പേരിലാണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആ GST ഇൻപുട്ട് ക്ലെയിം ചെയ്തെടുത്തൂടെ? അത് പലർക്കുള്ളൊരു തെറ്റിദ്ധാരണയാണ്. ആക്ച്വലി GST ആക്ടിൽ സെക്ഷൻ 17 സബ്സെക്ഷൻ 5 നമുക്ക് ബ്ലോക്ക്ഡ് ആയിട്ടുള്ള ക്രെഡിറ്റുകളെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ആ ബ്ലോക്ക്ഡ് ക്രെഡിറ്റിൽ വളരെ സുപ്രധാനമായിട്ടുള്ളൊരു സാധനമാണ് എന്ത്, പാസഞ്ചർ വെഹിക്കിൾസിൻ്റെ ക്രെഡിറ്റ്. അതിൻ്റെ ക്രെഡിറ്റ് സാധാരണ ഒരു ബിസിനസ്സിന് യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മളൊന്നില്ലെങ്കിൽ കാറ് വാങ്ങിച്ച് വീണ്ടും വിൽക്കുന്നൊരു ബിസിനസ് ആവുക, അല്ലെങ്കിൽ ഇപ്പോൾ റെൻ്റ് കാറിൻ്റെ സർവീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് ഉപയോഗിക്കാം. അല്ലാത്ത പക്ഷം ബാക്കിയുള്ള എല്ലാവരും ഈ ബിസിനസ്സിൻ്റെ യൂസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും അതിൻ്റെ ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതാണ് GSTയിലുള്ള നിയമം. അപ്പോൾ ഞാൻ ഈ കാറ് എൻ്റെ റിലേറ്റീവായിട്ട് കോൺട്രാക്റ്റ് സൈൻ ചെയ്യുകയും അത് റെൻറ്റിന് കൊടുക്കുന്നതായിട്ടാണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ അതിന് എനിക്ക് GST ക്ലെയിം ചെയ്യാൻ സാധിക്കുമോ? വെരി റീസെൻ്റായിട്ട് നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണയാണ് അത്. അതായത് റെൻറ്റിന് കാണിച്ചുകൊണ്ട് അതിൻ്റെ ഇൻപുട്ട് ക്ലെയിം ചെയ്യാന്ന് പറയുന്നത്. നമ്മളൊരു വണ്ടി റെൻറ്റിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് കൊമേഴ്ഷ്യൽ രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടാവണം. പിന്നെ റെൻ്റ് ക്യാബ് സ്കീമിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ വെരി റീസെൻ്റ് ആയിട്ടുള്ള ആക്സിഡൻറ്റിന് ശേഷം ഈ റൂൾസൊക്കെ വളരെ സ്ട്രിക്റ്റ് ആണ്. അത് മാത്രമല്ല ഇതിനനുസരിച്ച് വണ്ടിയുടെ ടാക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടും. അപ്പോൾ വെറുതെ ഒരു റെൻ്റ് എഗ്രിമെൻറ്റ് വെച്ചുകൊണ്ട് അത് റെൻ്റ് കാറാണെന്ന് കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു ടാക്സ് പ്ലാനിങ്ങിൻ്റെ പാർട്ടല്ല. അത് ആക്ച്വലി ടാക്സ് ഇവേഷൻ തന്നെയാണ്. അപ്പോൾ ടാക്സ് ഇവേഷൻ നടത്തി നമ്മൾ പിന്നീട് ഒരു എന്താ പറയുക, ഒരു താൽക്കാലികമായിട്ട് നമ്മളൊരു ബെനിഫിറ്റ് എടുത്തിട്ട് ഒരു ശാശ്വത പരിഹാരമല്ലാത്തൊരു രീതിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും നമുക്കത് ബുദ്ധിമുട്ട് വരാനും സാധ്യതയുണ്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ. ഞാൻ ഈ കാറ് പർച്ചേസ് ചെയ്യുമ്പോഴും അതുപോലെ മറ്റെന്തെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോഴും ആവട്ടെ അതിനെല്ലാം GST ഇൻപുട്ട് വരുന്നത് കാണാം. ആ ഇൻപുട്ടുകളെല്ലാം എനിക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുമോ? ഇപ്പോൾ നമുക്കത് ഇപ്പോൾ GSTയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സാധനം പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു സർവീസസ് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ GST രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ 2Aയിലോ 2Bയിലോ അത് കയറി വരാം. അത് കയറി വന്നതിൻ്റെ പേരിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻപുട്ട് ക്ലെയിം ചെയ്യാന്നല്ല. ഉദാഹരണത്തിന് വണ്ടി വാങ്ങുമ്പോൾ നമ്മൾ GST രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തിട്ടുണ്ടെന്ന് നോക്കാം, അല്ലെങ്കിൽ വണ്ടി റിപ്പയർ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത്, ഇതൊക്കെ ഇൻഎലിജിബിൾ ആയിട്ടുള്ള ഇൻപുട്ടുകളാണ്. പക്ഷേ നമ്മൾ GST രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി കയറി വരും. അതിനർത്ഥം ഇത് ക്ലെയിം ചെയ്യാമെന്നല്ല. ഇത് കൃത്യമായിട്ട് നോക്കി ഏതാണ് എലിജിബിൾ ഏതാണ് ഇൻഎലിജിബിൾ എന്ന് മനസ്സിലാക്കണം. ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ GST ഓഡിറ്റിൻ്റെ ഒരു സീസൺ തന്നെ നടക്കുകയാണ്. അതായത് പല എൻറ്റിറ്റീസിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് GST ഡിപ്പാർട്ട്മെൻറ്റ് വാങ്ങിച്ച് ഓഡിറ്റ് ചെയ്ത് എന്ത് ചെയ്യാണ്, അതിന് പെനാൽറ്റീസൊക്കെ ഇടുന്നുണ്ട്. അതിൻ്റെ മെയിൻ ഒരു സോഴ്സ് ഓഫ് പെനാൽറ്റി എന്ന് പറയുന്നത് ഈ ഇൻഎലിജിബിൾ ഇൻപുട്ട് ക്ലെയിം ചെയ്ത് GST എമൗണ്ട് സെറ്റിൽ ചെയ്തതാണ്. ഇൻഎലിജിബിൾ എമൗണ്ട് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ 24% വരെ പെർ ആനം എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാൻ പറ്റും. ഒരു 3-4 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര ഇൻപുട്ട് നമ്മൾ എക്സസ് ആയിട്ട് ക്ലെയിം ചെയ്തോ അതിൻ്റെ ഒപ്പം തന്നെ അത്ര എമൗണ്ട് പെനാൽറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അടക്കേണ്ടി വരും. അപ്പോൾ ഇതിനുള്ളൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മളുടെ 2Aയിലോ 2Bയിലോ കയറി വരുന്ന ട്രാൻസാക്ഷൻസ് എലിജിബിൾ ആണ് ഇൻഎലിജിബിൾ ആണോ എന്ന് നോക്കുക. അതേപോലെ തന്നെ കൃത്യമായിട്ടൊരു ഗൈഡൻസ് എടുക്കുക, പറ്റുമെങ്കിൽ സ്റ്റാഫിന് ട്രെയിനിങ് കൊടുക്കുക, അല്ലെങ്കിൽ നല്ലൊരു പ്രൊഫഷണൽ കൺസൾട്ടൻറ്റിനെ ഏൽപ്പിക്കുക. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്തരം പെനാൽറ്റീസ് എന്നൊക്കെ നമുക്ക് ഒഴിവാവാൻ, ഒരു ബിസിനസ്മാൻ ഒഴിവാവാൻ സാധിക്കുന്നതാണ്.